ചേച്ചി ട്രക്ക് ലൈസൻസ് കിട്ടി ഗൈസ്. ട്രക്ക് ഓടിക്കാൻ പോകുന്നു. കാനഡയിൽ വിസിറ്റിംഗ് വിസയിൽ വന്ന് ട്രക്ക് ലൈസൻസ് കിട്ടി രണ്ടുപേർക്ക്. നമ്മുടെ കാറിന്റെ അപ്പുറത്തെത്തുമ്പോ പതുക്കെ വണ്ടി റണ്ണിങ്ങിൽ ഓടിച്ചു കൊടുക്കും. മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം റീസെൻ്റ്ലി നമ്മുടെ വീഡിയോയ്ക്ക് വന്നൊരു കമൻറ്റാണ്, ഇൻലോസ് വന്നിട്ട് എന്താ നിങ്ങൾ പറയാത്തതെന്ന്. ആക്ച്വലി അത് നിങ്ങളെ കൊണ്ട് ചോദിപ്പിക്കുന്നതിന് മുമ്പേ പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഇത്രയും ലേറ്റായി ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി. യെസ്, അജാസിൻ്റെ സഹോദരിയും ഹസ്ബൻഡും നമ്മുടെ കൂടെ കാനഡയിൽ വന്നിട്ടുണ്ട്. അവർ വന്ന ഡീറ്റെയിൽസ് ഒക്കെ ഒരു വലിയ സ്റ്റോറിയാണ്. മീൻസ് ഞങ്ങൾ നാട്ടിൽ ഇവിടെ കാനഡയിൽ വന്നപ്പോൾ തൊട്ടുള്ള നമ്മുടെ ചിന്തയാണ് അവരെങ്ങനെ കൊണ്ടുവരാം, എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പം ഷോർട്ട് സ്റ്റോറീസ് ഷോർട്ടാക്കി ഞാൻ പറയുകയാണെങ്കിൽ, അവർ വിസിറ്റ് വിസയിലാണ് വന്നത്. അവർ കുറച്ച് നാളിവിടെയൊക്കെ നോക്കും ഏത് വിസയാണ് അവർക്ക് ട്രൈ ചെയ്യാൻ ബെസ്റ്റ് എന്ന് നോക്കും. അതനുസരിച്ച് അവരവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് എങ്ങനെയാണെന്നുള്ളത് മുമ്പോട്ട് വയ്ക്കും. പിന്നെ വേറൊരു കാര്യം, കാനഡയിൽ വരുന്ന വിസിറ്റിൽ വരുന്നവർക്കൊക്കെ ലൈസൻസ് എടുക്കാൻ പറ്റുമോ, ട്രക്ക് ഓടിക്കാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രീവിയസ് വീഡിയോസിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ഉത്തരം ഒന്നാണ്, യെസ് പറ്റും. ഇപ്പം നമ്മുടെ ട്രക്ക് ഓടിക്കാൻ പറ്റത്തില്ല, ലൈസൻസ് എടുക്കുക, എല്ലാ ലൈസൻസും എടുക്കാം. അതന്നെ പറഞ്ഞ എല്ലാ ലൈസൻസും എടുക്കാൻ പറ്റും. അതിനൊരു എക്സാമ്പിളാണ് ഇപ്പം വിസിറ്റിൽ വന്നിറങ്ങിയ അജാസിന്റെ പെങ്ങളും ഹസ്ബൻഡും. അവർ ഓൾറെഡി G2 പാസ്സായി കഴിഞ്ഞു, G1 പാസ്സായി കഴിഞ്ഞു. ഇനി G2 വേണ്ടി അവർ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അച്ചാച്ചൻ, ഞാൻ, നമ്മുടെ അറിയാവുന്ന ഫ്രണ്ട്സ്, ചില ആൾക്കാരുണ്ടല്ലോ ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയ, മീൻസ് 4 കുത്തുള്ള ആൾക്കാർ. ആ 4 കുത്തുള്ള ആൾക്കാർ കുറച്ച് പേരെല്ലാം ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. പ്ലസ് അവർ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് പോയി പഠിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ മാസം അവസാനം അവരുടെ ക്ലാസ് എക്സാം ഉണ്ടാവും. അന്നേരം ഹോപ്പ്ഫുള്ളി അവർ പാസ്സാവുമെന്നാണ് കരുതുന്നത്. കാരണം നാട്ടിൽ ഓട്ടിച്ചവർക്ക് ഇവിടെ ഓട്ടിച്ച് ലൈസൻസ് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. ഏതായാലും അവരുണ്ട്. അവരെ നമുക്കിന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കല്ല, ഒന്നുകൂടി ഒന്ന് പോളിഷ് ചെയ്തെടുക്കാം. കനേഡിയൻ ലോസ് വിത്ത്. അപ്പോൾ ജിലുവിന് ഒരേ ഒരു ഉപയോഗം എനിക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിലുവിന് എന്നെ വേണ്ട, അവരെ മതി. അവരുടെ കൂടെയാണ് എപ്പോഴും നടക്കുന്നത്. അപ്പോൾ വെതർ കൂടി ഫേവറബിൾ ആയതുകൊണ്ട് നമ്മളിപ്പോൾ വേണമെങ്കിൽ പോകാൻ പോകാം. സ്വാമി ചേച്ചി വണ്ടി എടുക്കാൻ പോവാണ്. എൻ്റെ പേഴ്സ് എടുത്തുണ്ടോ? ഞങ്ങളിത് വണ്ടി ഓടിച്ച് പോകാൻ പോവുകയാണ്. മസ്താങ്ക് സിജോ കൊണ്ടുപോയിട്ട് സിജോയുടെ വണ്ടി ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. കാരണം ഈ വണ്ടിയിൽ അവർക്ക് വണ്ടി ഓടിച്ച് പഠിക്കാൻ എളുപ്പമാണല്ലോ, അതുകൊണ്ടാണ്. സോ അംഗബലം കൂടുതലായതുകൊണ്ട് ഞങ്ങൾ SUV പോകുമായിരുന്നു. ഇൻഡിക്കേറ്റ് ഇടണമെങ്കിൽ ലെഫ്റ്റ് സൈഡ് മാത്രം, ഷോൾഡർ നോക്കണം, മിറർ നോക്കണം, 2 സൈഡ് നോക്കണം. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അത് നോക്കണ്ടേ? നമ്മൾ എവിടെ ഇൻഡിക്കേറ്റ് ഇട്ടത് അപ്പൊ ആ മിററും അതിന്റെ ഷോൾഡർ നോക്കണം. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് വണ്ടി വരുന്നത് എങ്ങനെയാണ്? ഈ സൈഡ് നോക്കിയിട്ട് കയറി. പക്ഷേ ഇങ്ങനെ നോക്കാൻ മോൻ പറഞ്ഞിട്ടില്ലല്ലോ. ചിലത് ബേബി താണ്ട് ലവ് യു അങ്ങനെ ഉമ്മാണിക്കുന്നത്. അതിൽ പിടിച്ചു കയറണം. ഇതില് ഈ ഹാൻഡിലിൽ പിടിച്ചു കയറണം. ഈ ഹാൻഡിൽ പിടിച്ചു കയറണം. എന്താ കുഞ്ഞത് വണ്ടി ട്രക്ക് ഇതിലൊന്ന് കയറണ്ടേ? ഇത് കയറിയിട്ടില്ല. ട്രക്കിൽ കയറണ്ടേ? പപ്പാടെ വണ്ടി കയറണ്ടേ? കുഞ്ഞിന് ചേച്ചി ട്രക്ക് ലൈസൻസ് കിട്ടി ഗൈസ്. ട്രക്ക് ഓടിക്കാൻ പോകുന്നു. കാനഡയിൽ വിസിറ്റിംഗ് വിസയിൽ വന്ന് ട്രക്ക് ലൈസൻസ് കിട്ടി രണ്ടുപേർക്കും അല്ലേ? ഇതുവരെ കേറിയില്ലോ കൊച്ച്. കൊണ്ടുപോകാം, ഞാൻ കൊണ്ടുപോകും. പപ്പാടെ ട്രക്കിൽ ജിലു ബേബി ആദ്യമായി. ജിലു, ദിസ് ഈസ് അവർ ചോറ്. ജിലു, ദിസ് ഈസ് അവർ ഡൈപ്പർ. ചോറ് പോർന്നിട്ട് എല്ലാം കേറിക്കോ. സമോറ ജെയിംസ്
വാടി ഇങ്ങോട്ട്. കൊച്ചിനെ അതല്ല ഫ്രണ്ടിൽ മറ്റേതാണ്. സ്റ്റിയറിംഗ് കുറച്ച് അപ്പോട്ട് നോക്ക്. അത് നടക്കത്തെ ഇതുണ്ടോ അവിടെ ചവിട്ടുന്ന. ഡാഡ് ആൻഡ് ഗേൾ നടന്നു വരുന്നുണ്ട് ട്രക്കൊക്കെ പാർക്ക് ചെയ്തിട്ട്. ഇന്ന് നമുക്ക് ഇവരെയും കൊണ്ട് വാൾമാർട്ടിൽ പോകണം. ജിലുവിൻ്റെ ഡൈപ്പർ വാങ്ങാൻ. ഡൈപ്പർ തീർന്നു. ലാസ്റ്റ് ഒരെണ്ണമാണ് അവൾ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പഠിത്തമെല്ലാം കഴിഞ്ഞപ്പോൾ വിശന്നപ്പോൾ അതേ മൊണ്ടാനാസിൽ വന്ന് സ്റ്റേക്ക് കഴിക്കാൻ പോ. സ്റ്റേക്ക് നല്ല സൂപ്പർ സ്റ്റേക്ക്. ജിലുവിൻ്റെ ബാവ ആവാ. ജിലുവിൻ്റെ വാവ വേണോ? വാവയ്ക്ക് മാല ഇട്ട് കൊടുത്തിരിക്കുക. ഞങ്ങൾ ഈ കാണുന്ന അറോറയാണോ? ഞങ്ങൾക്ക് അറിയത്തില്ല. ഏതായാലും ഈ കട പൂട്ടി. സമയം പോലും അറിയുന്നില്ല. ഇത്രയും പ്രകാശമുള്ളതുകൊണ്ട് 9-10 മണിയാകാൻ പോകുന്നു. അപ്പോൾ ഇവർ 20 മിനിറ്റ്സിൽ അടയ്ക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. കെല്ലിസി കയറണം. മൊണ്ടാനാസ് അടച്ചതുകൊണ്ട് ഞങ്ങൾ ഇതേതാണെന്ന് വെച്ചാൽ ബോസ്റ്റൺ പിസ്സ അല്ലേ. ബോസ്റ്റൺ പിസ്സയിൽ വന്ന് ഫുഡ് കഴിക്കാൻ ജിലുടെ കളറിംഗ് ബുക്കൊക്കെ കൊടുക്കണം. ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ജിലുവിനൊരു മെനു ഒരു ഐറ്റം വാങ്ങിച്ചു കൊടുക്കാൻ പോകണം. ഇതിനു മുമ്പ് അങ്ങനെ നമുക്ക് ഒരു പ്രത്യേക ഒരു മീലൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല. അന്നേരം ഇത് അവളുടെ ഫസ്റ്റ് ഫൈൻ ഡൈനിങ് എന്നൊക്കെ പറയാം. 1 മണി അടുപ്പിച്ചായി കാണും. 12 മണി കഴിഞ്ഞാണ് ഏതായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുക. എൻ്റെ ബേബി ഇതാ ഉറങ്ങി തൂങ്ങി നിൽക്കുക. ഇവിടെ 3 എണ്ണം ഫിറ്റാ. ജിലുവിൻ്റെ ഫസ്റ്റ് ഡൈനിങ്. അവൾക്ക് മാത്രമായിട്ടൊരു ജ്യൂസ്, ക്യാരറ്റ്, സാലഡ് സ്റ്റിക്സ് ആൻഡ് സ്പെഷ്യൽ TV. എന്താ വേണം? എന്താ വേണം ഇനി? പിന്നെ കുറേ കള്ളുടിയന്മാരും ഞാൻ കള്ളുടിക്കാത്ത ഞാനും. നമ്മളെ ഫുഡൊക്കെ വന്നു. സാലഡ് ഉണ്ടോ? ഇത്രയും സാലഡ്. അതിനൊക്കെ നല്ല ഫുഡ്. ഇനിയൊരു പിസ്സ കൂടി വരാറുണ്ട്. ഇതാണ് ജിലുവിൻ്റെ ഫുഡ്. ചേച്ചി ചൂടായതുകൊണ്ട് കുറച്ച് എനിക്ക് കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ അവൾ ചിക്കൻ കഴിക്കും. ചിക്കനും ആപ്പിൾ ജ്യൂസ് ഒന്നേ ഇരിക്കണ്ട കുടിക്കും. ഹലോ വെള്ളം കുടി. ബിയറൊക്കെ കുടിച്ചിട്ടുള്ള എക്സ്പ്രഷൻ ജില്ലുണ്ട്. ചിക്കൻ എന്നിട്ട് അവള് പഠിച്ചത് നമ്മളെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും എന്തുവാ എടുത്ത് കളഞ്ഞോ?